മറ്റൊരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുസ്ലിം ലീഗ് രമേശ് ചെന്നിത്തലയോട് പണ്ട് മുതലേ ഉള്ള ഒരു സ്വീകാര്യതയാണ് പാണക്കാട്ടായാലും ഒക്കെ. ലീഗിന് എത്ര കാലം ഇങ്ങനെ UDF-ൽ തുടരാൻ കഴിയും? പ്രത്യേകിച്ചും അധികാരത്തിൽ നിന്ന് 2 ടേമായി തുടർച്ചയായി മാറി നിൽക്കുകയാണ്. കേന്ദ്രത്തിൽ 3ാമത്തെ ടേമിലും അധികാരമില്ല ഇന്ത്യ മുന്നണിക്ക്. അപ്പോൾ എത്ര കാലം ലീഗിന് ഇങ്ങനെ UDF-ൽ തുടരാൻ കഴിയും? ഒരു മുന്നണി മാറ്റത്തിനുള്ള ഒരു സാധ്യത താങ്കൾ കാണുന്നുണ്ടോ? ഒട്ടും കാണുന്നില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, ഈ മുന്നണി മാറ്റത്തിൽ ഇനി മാറി അവർ LDF-ലേക്ക് വരുമെന്ന് ഒരിക്കലും കണക്കാക്കണ്ട. LDF-ലേക്ക് വരികയോ LDF-ലേക്ക് മുസ്ലിം ലീഗിനെ എടുക്കുകയോ ചെയ്താൽ LDF-ന്റെ ഇന്ന് വരെ ഉണ്ടായിരുന്ന മുഖച്ഛായ അല്ലെങ്കിൽ മതിപ്പ് നഷ്ടപ്പെടുകയുള്ളൂ. അതിന് LDF തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവർ തമ്മിൽ ഉള്ള ആശയപരമായി ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ആ ആശയപരമായി വളരെയധികം വ്യത്യാസങ്ങളുള്ള ആളുകൾ തമ്മിൽ ഭരണത്തിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ലീഗ് വരുമ്പോൾ എപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ നശിപ്പിക്കാനും തകർക്കാനും ശ്രമിക്കുന്ന ലീഗിനെ കൂട്ടുപിടിച്ചുകൊണ്ടൊരു ഭരണത്തിന് ഇടതുപക്ഷം തയ്യാറാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിലവിൽ അവർക്ക് ഒരു അർഹമായ പരിഗണന കോൺഗ്രസിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? പ്രത്യേകിച്ചും വയനാട്ടിലെ വിജയമൊക്കെ ലീഗിന്റെ ശക്തി കേന്ദ്രങ്ങളിലാണ് മികച്ച പോളിംഗ് നടന്നത്. എന്നാൽ ലീഗിനെ ആ രീതിയിൽ എടുത്തു പറയാൻ, അവരെക്കുറിച്ച് ആ ഒരു പരിഗണന നൽകിക്കൊണ്ട് സംസാരിക്കാൻ നിലവിൽ പ്രതിപക്ഷ നേതാവിനടക്കം കഴിയുന്നുണ്ടോ? അവർക്ക് എന്താ ഇനി നേടാനുള്ളത്? അവർ പറയുന്ന എല്ലാം പ്രതിപക്ഷ നേതാവ് സാധിച്ചു കൊടുക്കുന്നില്ലേ, അല്ലെങ്കിൽ അംഗീകരിക്കുന്നില്ലേ? അവർക്ക് എതിരായിട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചെന്ന് വണക്കാട്ട് കണ്ട് ക്ഷമ പറഞ്ഞുകൊണ്ടല്ലേ കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഭരിക്കാത്ത ഇവർക്ക് എന്ത് പരിഗണന കൊടുക്കാനൊക്കും? പിന്നെ അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നില്ലേ? അധികാരത്തിലേക്ക് എത്താത്ത ഒരു 3ാമത്തെ ടേം, അത് UDF-ന്റെ ഒരു നാശത്തിലേക്കായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ പരസ്പരം അടിച്ചു പിരിഞ്ഞ് കുറെ പേരൊക്കെ NDA-യുടെ ഭാഗമായി മാറുന്ന ഒരു സാഹചര്യമായിരിക്കുമോ ഉണ്ടാവുക? സ്വാഭാവികമാണ്. ഇതിങ്ങനെ പോയാൽ കോൺഗ്രസ് കേരളത്തിൽ ഇല്ലാതെ പോകും. നാം മാത്രം ഇപ്പം തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. കോൺഗ്രസിന്റെ എത്ര സീറ്റുണ്ട് ഇവിടെ? ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് ഇന്ന് എത്ര സീറ്റ് കേരളത്തിലുണ്ട്? കോൺഗ്രസ്, ഇത് കേരള കോൺഗ്രസ് തന്നെ എത്രയാണ്? അവർക്കെല്ലാം പങ്കിട്ട് കൊടുക്കും. കോൺഗ്രസ് കുറേ എടുക്കും, ലീഗിന് പങ്കിട്ട് കൊടുക്കും. ഘടകകക്ഷിക്കെല്ലാം പങ്കിട്ട് കൊടുത്തും മേടിക്കാനും മേടിക്കൊടുക്കാനും നിർബന്ധിതമാകുമ്പോൾ അത് കൊടുക്കേണ്ട ദുർഗതിയിലേക്ക് ഇന്ന് കോൺഗ്രസ് പോയപ്പോൾ കോൺഗ്രസ് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഷ്കമായിക്കൊണ്ടിരിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ചോദിക്കാം. നമ്മൾ ഈ നേതാക്കളുടെയൊക്കെ താരതമ്യം പറഞ്ഞപ്പോൾ BJP-യുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ, അദ്ദേഹത്തിന്റെ ടേം കഴിഞ്ഞ് അടുത്ത പുതിയതായി ഒരാൾ വരാൻ പോകുന്നു എന്നൊക്കെ കേൾക്കുന്നു. ഒരു പ്രസിഡന്റ് എന്ന നിലയിൽ SNDP-യുമായി അങ്ങുമായൊക്കെയുള്ള ഒരു ബന്ധം എങ്ങനെയാണ് അങ്ങ് K. സുരേന്ദ്രനെ വിലയിരുത്തുന്നത്? K. സുരേന്ദ്രനായിട്ട് എനിക്ക് വലിയ അടുപ്പമില്ല. കാരണം 1-2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്, വന്നിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ കൂടുതലായിട്ട് അടുത്ത് മിസ്റ്റർ സുരേന്ദ്രനെ പറ്റി എനിക്കറിയില്ല. പിന്നെ അതിൻ്റെ ആരെയാണ് നേതാവാക്കേണ്ടതെന്നും ആരെയാണ് നേതാവാക്കേണ്ടതില്ലാത്തതെന്നും അവരുടെ പാർട്ടി തീരുമാനിച്ച് അവർ ചെയ്തോളും. അതേത് പാർട്ടിയായാലും അത് അവരുടെ കടമയും അവരുടെ ധർമ്മമാണ്. അതിലൊന്നും ഞാൻ പറയുകയോ ചെയ്യുന്നത് ശരിയല്ല. ഈ പറയുന്ന രമേശിനോട് എനിക്ക് നല്ല അടുപ്പമാണ് പണ്ട് തൊട്ടേ. പല രാഷ്ട്രീയ നേതാക്കന്മാരുടെ നല്ല അടുപ്പം, അതുപോലെ പിണങ്ങി ഞാൻ മുമ്പോട്ട് പോയിട്ടുണ്ട്. തീർച്ചയായും ഈ പറഞ്ഞ BJP-യുടെ നേതാവായിട്ട് കൂടുതൽ അടുക്കാനുള്ള ഒരു അവസരം എനിക്ക് ഉണ്ടായിട്ടില്ല. വളരെ നന്ദി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ. ഇന്ന് രാവിലെ അങ്ങയുടെ പ്രഭാത നടത്തമൊക്കെ ഒന്ന് മാറ്റിവെച്ച് നമുക്കൊപ്പം സംസാരിക്കാൻ തയ്യാറായതിൽ വ്യക്തിപരമായും എൻ്റെ ഒരു നന്ദി അറിയിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.